പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ കേരളം പിടിച്ചടക്കാൻ ഗാന്ധി കുടുംബം മൊത്തത്തിലെത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക ഗാന്ധി ഒട്ടേറെ കണക്കൂട്ടലുമായാണ് കേരളത്തിലേക്ക് വരുന്നതും. കാരണം ഉത്തരേന്ത്യ അത്ര സേഫ് അല്ല രാഹുലിനെ പോലെ. ദക്ഷിണേന്ത്യ ഒരു സുരക്ഷിത താവളം എന്നതിനൊപ്പം ദക്ഷിണേന്ത്യ മൊത്തം കോൺഗ്രസിന് പഴയ ആധിപത്യം ഉറപ്പിക്കാം എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഗാന്ധി കുടുംബത്തിന്. കോൺഗ്രസിന് പക്ഷേ AICCക്ക് പക്ഷേ ആ ഒരു ആത്മവിശ്വാസം പകുതി പോലുമില്ല. എങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ദക്ഷിണേന്ത്യയിൽ കാലുതു നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം കണ്ടെത്തണം എന്ന നിലയിലാണ് കേരളത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നത്. കർണാടകയിൽ കോൺഗ്രസ്സാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. അത് പക്ഷേ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. കാരണം ഇതിനു മുമ്പുള്ള സംസ്ഥാന സർക്കാരുകളൊക്കെ കാലുമാറിയതും കളം മാറ്റി ചവിട്ടിയതുമൊക്കെ വളരെ വ്യക്തമായ അനുഭവമാണ് കോൺഗ്രസ്സിന്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ സംസ്ഥാന ഭരണം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിൽ ഗാന്ധി കുടുംബത്തിന് മൊത്തത്തിലൊരു സംശയമുണ്ട്. തമിഴ്നാട്ടിലാകട്ടെ DMKയുടെ സഹായത്താൽ ഒന്ന് കാലൂന്നി നിൽക്കാമെന്നല്ലാതെ അവിടെ ഈ അടുത്ത കാലത്തൊന്നും പാർട്ടി അധികാരത്തിലെത്തില്ല. പാർട്ടിക്ക് DMK കനിയാതെ വ്യക്തമായ സീറ്റുകളിൽ ജയിക്കാനുമാകില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് നോക്കുന്ന കാര്യം ആലോചിക്കേണ്ട. ആന്ധ്ര, തെലങ്കാന, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ സംസ്ഥാനങ്ങൾ, ഇതിൽ വിശ്വസിച്ച് കാലൂന്നാവുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് ഗാന്ധി കുടുംബത്തിന് അറിയാം, പ്രിയങ്ക ഗാന്ധിക്കും അറിയാം. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ വ്യക്തമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത്. പരമ്പരാഗതമായി ഗ്രൂപ്പ് യുദ്ധം കൊണ്ട് പൊറുതിമുട്ടി കഴിയുന്ന സ്ഥലമാണ് കേരളമെങ്കിലും കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി എന്ന പദവി, ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും ഇളയ അംഗമെന്ന ആ ഒരു പദവി, അതൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് കേരളം വളക്കുറായ മണ്ണായി മാറുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ കരുതൽ. കേരളത്തിൽ പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുമെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ കോൺഗ്രസ് വികാരമുള്ളൊരു മധ്യവർഗ സാഹചര്യം ഒത്തുവന്നാൽ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിരവധി ഘടകങ്ങളുണ്ട് എന്നതാണ് ഇപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 പൊതുതെരഞ്ഞെടുപ്പിലും വിജയം നേടാനായത് അതിൻ്റെ വ്യക്തമായ പ്രതിഫലനമാണെന്നാണ് ഗാന്ധി കുടുംബം വിലയിരുത്തുന്നത്. 2019 2024 ലോക്സഭയിലേക്കുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രകടനം അത് ഗാന്ധി കുടുംബത്തിനെ അതിശയിപ്പിച്ചിട്ടുമുണ്ട്. ഈ ട്രെൻഡ് ഇനി നിയമസഭയിലേക്കും പകർത്തുക എന്ന ഭാരിച്ച ദൗത്യമേറ്റെടുത്താണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടി പാലക്കാടും ചേലക്കരയും നേടാമെന്ന കണക്കുകൂട്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രിയങ്കയെ കേരളത്തിൻ്റെ ചുമതലയുള്ള നിരീക്ഷകയാക്കി മാറ്റാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി. കേരളത്തിൽ കോൺഗ്രസിൻ്റെ എന്ത് പരിപാടി നടന്നാലും എന്ത് തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെങ്കിലും ഇനി അതിന് പ്രിയങ്ക ഗാന്ധിയുടെ കൂടി അനുമതി വേണം. കേരളത്തിൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ മുതൽ ആരംഭിച്ച ഗ്രൂപ്പ് യുദ്ധത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴെങ്കിലും ഒരു അവസാനം കാണണം എന്നാണ് KPCCയുടെ കണക്കുകൂട്ടൽ. പ്രിയങ്കയെ പോലെ ഒരാൾ അവസാന വാക്കായി വരികയും അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ വലിയൊരു വിജയം കൈവരിക്കാനാകുമെന്നാണ് ഹൈക്കമാൻഡ് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ട്. കനകോലു റിപ്പോർട്ടിലും അതുതന്നെയാണ് വ്യക്തമായി എടുത്തു പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ കിടന്നുള്ള നേതാവുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് പുറത്തു നിന്നും ഒരു നേതാവെത്തിയാൽ ഗ്രൂപ്പ് വഴക്കും തർക്കങ്ങളുമൊക്കെ പമ്പ് കടക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലും. പ്രിയങ്ക ഗാന്ധി കേരളത്തിൻ്റെ ചുമതലയുള്ള നിരീക്ഷയായി എത്തിയാൽ ആദ്യം നേടുന്ന വെല്ലുവിളി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഏത് കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി ആക്കണം എന്നതാകും പ്രിയങ്കയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ടാസ്ക്. അതിനു പക്ഷേ ഇത്തവണയും കോൺഗ്രസിന് നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിക്കണം. ആദ്യം അതിനുള്ള ഗ്രൗണ്ട് വർക്കാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴും എത്ര സീറ്റുകളിൽ ജയിക്കുമെന്ന ഒരു ധാരണയോ കണക്കുകൂട്ടലോ ഇല്ലാതെ ആരാകണം മുഖ്യമന്ത്രി എന്നതിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. കതിരിന്മേൽ വളം വയ്ക്കുന്ന ഈ സ്വഭാവം കോൺഗ്രസിന് പണ്ടേ ഉണ്ടെന്നാണ് ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് തന്നെയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അർഹത. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും പൊതുതെരഞ്ഞെടുപ്പിനെ ആരും പ്രതീക്ഷിക്കാത്ത നിലയിലെത്തിയതും VD സതീശിൻ്റെ മിടുക്കായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം പാർട്ടി അധ്യക്ഷനായിരുന്ന K സുധാകരൻ മത്സരിക്കാൻ വേണ്ടി കണ്ണൂർ പോയ ഗ്യാപ്പിലാണ് ഈയൊരു വൻ വിജയമെന്നതും ഓർക്കണം. എന്തായാലും എതിർ ഗ്രൂപ്പിൽപ്പെട്ട ശല്യക്കരെ ഒഴിവാക്കാൻ എതിർ സ്ഥാനാർത്ഥികൾക്കും ഘടകകക്ഷികൾക്കും ആവും വിധം സഹായം നൽകുന്ന UDFൻ്റെ ആ സ്വഭാവം ഇനി പ്രിയങ്ക വന്നാൽ മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും KPCCയുടെയും ഒക്കെ കണക്കുകൂട്ടൽ.